നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മേൽപ്പാലത്തിനു താഴെ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചു. പുതുക്കാട് മേഖലയിൽ ബൈക്ക് മോഷണം പതിവാകുന്നു. നീരൊഴുക്ക് നിലച്ച് കരയാമ്പാടം തോട് അടിയന്തിരമായി നവീകരിക്കണമെന്ന് ആവശ്യം. കല്ലൂർ ഞെല്ലൂരിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി മൂർഖൻ പാമ്പ്. വനം വകുപ്പ് RRT സംഘം പിടികൂടി. CBSE പരീക്ഷയിൽ 94% മാർക്കോടെ മിന്നും വിജയം. സ്കൂൾ ടോപ്പർ ചിന്മയ പ്രിൻസിനെ വീട്ടിലെത്തി അനുമോദിച്ച് കോൺഗ്രസ്. മഴയെ നേരിടാൻ തൃക്കൂർ ഒരുങ്ങി. 18 വാർഡുകളിൽ വിപുലമായ മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. മേൽപ്പാലത്തിനു താഴെ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചതായി പരാതി. തലോർ തട്ടിൽ ഇമ്മു വീട്ടിൽ റസിന്റെ ബൈക്കാണ് മോഷണം പോയത്. ലോറി ഡ്രൈവറായ റസിൻ കഴിഞ്ഞ തിങ്കളാഴ്ച പാലത്തിനടിയിൽ ബൈക്ക് നിർത്തിയിട്ട് ജോലിക്ക് പോയതായിരുന്നു. കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയപ്പോൾ ബൈക്ക് കാണാനില്ലായിരുന്നു. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലും KSRTC സ്റ്റാൻഡിന് പരിസരത്തു നിന്നും ബൈക്കുകൾ മോഷണം പോകുന്നത് പതിവാണ്. ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നവരുടെ ഇരുചക്ര വാഹനങ്ങളാണ് മോഷണം പോകുന്നതിലേറെയും. മേഖലയിൽ ബൈക്ക് മോഷണം പതിവായതോടെ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വരന്തരപ്പള്ളി പഞ്ചായത്ത് തോട്ടുമുഖം പമ്പ് ഹൗസിന് സമീപത്തെ കരയാമ്പാടം തോട്ടിൽ നീരൊഴുക്ക് നിലച്ചു. ആഴം കൂട്ടിയും മാലിന്യങ്ങൾ നീക്കം ചെയ്തും തോട് നവീകരിക്കണമെന്ന് ആവശ്യം ഉയരുന്നു. 100 ഏക്കറിൽ ഏറെ കൃഷിയുള്ള കരയാമ്പാടം പാടശേഖരത്തിലേക്ക് വേനൽക്കാലത്ത് കുറുമാലിപ്പുഴയിൽ നിന്ന് വെള്ളമെത്തിക്കുന്ന പ്രധാന ജലസ്രോതസ്സാണിത്. മഴക്കാലത്ത് വിവിധ പ്രദേശങ്ങളിലെ പെയ്ത്തുവെള്ളം പുഴയിലേക്ക് എത്തുന്നതും ഈ തോട്ടിലൂടെയാണ്. ഇപ്പോൾ തോട്ടുമുഖം പമ്പ് ഹൗസിന് സമീപം കരയാമ്പാടം തോടിന്റെ ആരംഭത്തിൽ തന്നെ വശങ്ങൾ ഇടിഞ്ഞും വലിയ മരങ്ങൾ തോട്ടിലേക്ക് വീണും നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. പലയിടത്തും വശങ്ങൾ ഇടിഞ്ഞ് തോടിന്റെ വീതി കുറഞ്ഞിട്ടുണ്ട്. തോട് വീതി കൂട്ടി നവീകരിക്കാൻ പഞ്ചായത്തുകൾക്ക് പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ കരയാമ്പാടം തോടിന്റെ സംരക്ഷണത്തിന് വേണ്ട ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. കരയാമ്പാടം പാടശേഖരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണ് വരാക്കരയിൽ നിന്നും ഒക്കെ ഉത്ഭവിച്ചു വരുന്ന കരയാമ്പാടം പാടശേഖരത്തിൻ്റെ നടുവിൽ കൂടെ വരുന്ന വലിയ തോട്. ആ തോട് വന്ന് ചേരുന്നത് പുഴയിലാണ്. ആ പുഴയുടെ ഭാഗത്ത് വന്ന് ചേരുന്നിടത്ത് മണ്ണടിഞ്ഞും മരങ്ങൾ വീണും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജലത്തെ ഒഴുക്ക് ഇങ്ങോട്ട് വരാനും സാധിക്കുന്നില്ല. വേനൽക്കാലത്ത് വെള്ളം അടിക്കുന്ന സമയത്ത് പുഴയിൽ നിന്ന് വെള്ളം അങ്ങോട്ട് കയറി വരാനും സാധിക്കുന്നില്ല. ഈ കാരണങ്ങൾ പഞ്ചായത്തിലും ബന്ധപ്പെട്ട അധികൃതരോടും പറഞ്ഞിട്ട് വർഷങ്ങളോളായി പറഞ്ഞു വന്നിരിക്കുന്ന കാര്യമാണ്. മരം ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്ന വർഷങ്ങളോളായി. ഇത് മുറിച്ച് മാറ്റി ഈ പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമാതിരി തന്നെ അവിടെ തെങ്ങ് വീണ് കിടന്നിട്ടും ഈ ജലത്തിൻ്റെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളവിറക്കി കഴിഞ്ഞാൽ, വർഷകാലത്ത് വിളവിറക്കി കഴിഞ്ഞാൽ വെള്ളം നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ട് കൃഷി നശിച്ചു വരുന്ന അവസ്ഥ. വേനൽക്കാലത്ത് ചര കെട്ടിയാലും വെള്ളം അങ്ങോട്ട് നമുക്ക് പമ്പ് ചെയ്യുന്നിടത്തേക്ക് വെള്ളം വരാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് ഈ കരയാമ്പാട ശേഖരത്തിനെ രക്ഷിക്കണമെന്ന് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതുവരെ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ഈ തടസ്സങ്ങൾ മാറ്റിയിട്ട് കൃഷിക്ക് അനുയോജ്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. തോട്ടിലേക്ക് വീണ് കിടക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്തിന് അനുവാദം നൽകിയതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, തോടിന്റെ ആഴവും വീതിയും വീണ്ടെടുക്കുന്നതിന് പകരം കണ്ണിൽ പൊടിയിടാൻ കുറച്ച് മണ്ണെടുത്ത് മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും കർഷകർ പറഞ്ഞു. തോടുകൾ നിലനിർത്തേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണ്. നീരൊഴുക്ക് നിലച്ചതോടെ കാലവർഷം കനത്ത് തോട്ടിൽ വെള്ളമുയർന്നാൽ കരയാമ്പാടം പാടശേഖരം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയാണെന്നും കൃഷി സംരക്ഷിക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്.
വരന്തരപ്പള്ളി പഞ്ചായത്ത് തോട്ടുമുഖത്ത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന കരയാമ്പാടം തോട് ഇപ്പോൾ വലിയ ശോചനീയാവസ്ഥയിലാണ്. തോടിന്റെ ഇരുവശങ്ങളിലും മണ്ണ് ഇടിഞ്ഞും ഒപ്പം ഇതുപോലുള്ള കൂറ്റൻ മരങ്ങൾ തോട്ടിലേക്ക് മറിഞ്ഞു വീണും ഇപ്പോൾ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. ഇത് മഴക്കാലത്ത് പെയ്ത്തുവെള്ളം പുഴയിലേക്ക് എത്തുന്നതിനും വേനൽക്കാലത്ത് പുഴയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് ജലസേചനത്തിന് നൽകുന്ന വെള്ളം പാടശേഖരങ്ങളിൽ എത്താതിരിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത് വലിയ രീതിയിലാണ് കർഷകരെ ബാധിക്കുന്നത്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കല്ലൂർ ഞെള്ളൂരിൽ വീട്ടുപറമ്പിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. നെല്ലൂർ ചാത്തപ്പായി ശാന്തയുടെ വീട്ടുപരിസരത്തു നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. പാലപ്പിള്ളി വനംവകുപ്പ് RRTയിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ J. ടിനോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാമ്പിനെ പിടികൂടിയത്. ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി 1ാം വാർഷികത്തോടനുബന്ധിച്ച് രാസലഹരി വിരുദ്ധ സന്ദേശ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ പുലിക്കണ്ണി വരെയാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. പള്ളിക്കുന്നിൽ ഇരിഞ്ഞാലക്കുട സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ നീനു മാത്യു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ മുഖ്യാതിഥിയായിരുന്നു. പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത്, സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ, ട്രഷറർ ഷിഹാബ് പെരുവാങ്കുഴിയിൽ എന്നിവർ നേതൃത്വം നൽകി. രാസലഹരിക്ക് അടിമയായിട്ട് ഒത്തിരി അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട്. അതുപോലെ കുടുംബാന്തരീക്ഷങ്ങൾ വളരെ മോശമാകുന്ന രീതിയിലുള്ള. അപ്പം അതിനൊക്കെ എതിരായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വലിയൊരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇതിൻ്റെ രക്ഷാധികാരികൾക്കും മറ്റ് പ്രവർത്തകർക്കും ആശംസകൾ നേർന്നുകൊണ്ട്, ഈ ബൈക്ക് റാലിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാലാവസ്ഥ വളരെ മോശമായിട്ടിരിക്കുകയാണ്. അവിടെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് രാസലഹരിയാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ഒരു ചെറുത്തുനിൽപ്പിനെന്നോണം നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. പോലീസും എക്സൈസും എല്ലാം രാസലഹരിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം ഈ രാസലഹരി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ നമുക്ക് സാധിക്കില്ല. അതിന് വലിയൊരു ജനപിന്തുണ കൂടി നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ജനകീയ സംരക്ഷണ സമിതി പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരെ ശരിയായൊരു പ്രതിരോധം തീർക്കുന്നത്. ഈ അടുത്ത് MBBS പഠിക്കുന്ന ഡോക്ടർമാരുടെ, അതായത് ഡോക്ടറാവാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പില് ഒരു സർവേ നടത്തി. അപ്പൊ ആ സർവേയില് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടോ എന്നുള്ള സർവേ ആയിരുന്നു. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികള് സധൈര്യം ആ പോളിംഗില് പങ്കെടുത്തു, ആ സർവേയിൽ പങ്കെടുത്തു. 70% ആൾക്കാര് രാസലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു വർഷത്തിന് മുന്നേ വേലൂപ്പാടത്ത് അന്ന് 13ാം വാർഡിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട DYSP ആറുകള് ഈ രാസലഹരിക്കെതിരെ നമ്മുടെ ഈ വാർഡിലെങ്കിലും നമുക്കൊന്ന് തുടങ്ങണം, കഴിയുമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഒരു സൂചന കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലെങ്കിലും നമുക്ക് ഒന്ന് ഒത്തുചേരാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കണം. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു, അതെ DYSP തൃശൂർ സാറാണ് ഞങ്ങളുടെ സംഘടന രക്ഷാധികാരി, അദ്ദേഹം ഇപ്പോൾ സർവീസിലുണ്ട്, അദ്ദേഹത്തിന് റീമാർക്ക് ഒരു രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകരുത്. ഞാൻ പറഞ്ഞു, സാറിന് അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടോ? ഇല്ല, പക്ഷേ ഒരുപാട് യൂണിറ്റുകളായി നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വളർന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർവീസ് ബാധിക്കരുത്. പല പ്രശ്നങ്ങളായിട്ട് പോകുന്ന കുടുംബങ്ങള് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ കുടുംബങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. മാതാപിതാക്കളായാലും മക്കളായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നേരിട്ട് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി 18ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ വിപുലമായ ശുചീകരണ പ്രവൃത്തികൾ നടത്തി.
വാർഡംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സന്ദീപ് കണിയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. വരാനിരിക്കുന്ന മൺസൂൺ കാലത്തിന് മുന്നോടിയായി രോഗപ്രതിരോധം ലക്ഷ്യമിട്ടാണ് തൃക്കൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ശുചീകരണ പ്രവൃത്തികൾ സംഘടിപ്പിച്ചത്. ആരോഗ്യ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പൂർണ്ണ സഹകരണത്തോടെയായിരുന്നു പബ്ലിക് സ്ഥലങ്ങളും തോടുകളും വൃത്തിയാക്കിയത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആശാ വർക്കർ ആൻസി, രാജൻ അവണാളി, സഞ്ജയ് വരിക്കക്കുഴി, ജോസ് ടി പി, സജീഷ് ചെറങ്ങാട്ട് എന്നിവർ പങ്കാളികളായി. മഴക്കാലത്തെ പ്രകൃതിക്ഷോഭങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വാർഡിലെ ജനങ്ങൾക്ക് മെമ്പർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയൽ വീടുകൾക്കോ പൊതുജനങ്ങൾക്കോ ശല്യമാകുന്ന രീതിയിലുള്ള മരങ്ങളും അവയുടെ ശിഖരങ്ങളും എത്രയും വേഗം മുറിച്ചു മാറ്റാൻ ഭൂ ഉടമകൾ തയ്യാറാകണം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുകയും തുടർന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്താൽ ആ ഭൂ ഉടമകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. സെക്രട്ടറിയുടെ ഈ ഔദ്യോഗിക നിർദ്ദേശം വാർഡ് മെമ്പർ സന്ദീപ് കണിയത്ത് വാസസ്ഥലങ്ങളിൽ നേരിട്ടെത്തി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കി സഹകരിച്ച് വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വാർഡ് മെമ്പർ സന്ദീപ് കണിയത്ത് നന്ദി അറിയിച്ചു. ആരോഗ്യ പ്രവർത്തനം ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഓരോരുത്തരും സ്വയം ശുചിയാകുവാൻ തയ്യാറായാൽ നമുക്കൊട്ടേറെ അസുഖരഹിതമായ ഒരു കാലാവസ്ഥയിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്തായാലും ഈ സന്ദേശം നൽകാനും ഇവിടെ ഇതുമായി പ്രവർത്തിക്കാനും എത്തിച്ചേർന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്, വാർഡ് മെമ്പർ എന്ന രീതിയിലും ഇവിടെ എത്തിച്ച സന്നദ്ധ പ്രവർത്തകർക്കും വാർഡ് മെമ്പർ എന്ന രീതിയിലും നന്ദി അറിയിച്ചുകൊണ്ട് മൺസൂൺ കാലം മുന്നിൽ കണ്ട് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡായ പൂണിശ്ശേരിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജനപ്രതിനിധികളുടെയും വിവിധ സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വലിയ ജനപങ്കാളിത്തത്തോടെയാണ് വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് അംഗം പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മനുഷ്യൻ രാവിലെ എണീറ്റാൽ പല്ല് തേച്ച് കുളിച്ച് വസ്ത്രം കഴുകി ഉണക്കി ഉപയോഗിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ പ്രദേശവും. ആ പ്രദേശത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കട്ടെ. അതുപോലെ തന്നെ ഹരിതകർമ്മസേന വന്നതിന് ശേഷം നമ്മുടെ പ്രദേശങ്ങളിൽ ഒഴിഞ്ഞ കുപ്പികൾ, പാത്രങ്ങൾ ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ആയതുകൊണ്ട് തന്നെ കൊതുകുകൾ അതുപോലെയുള്ള മറ്റുള്ള പ്രാണികളൊക്കെ വന്ന് കൂടുമ്പോൾ ഉണ്ടാകുന്ന മറ്റുള്ള രീതിയിലുള്ള മാറാരോഗങ്ങൾ, ഡെങ്കിപ്പനി പോലെയുള്ള അതുപോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ളതും കൂടിയാണ് ഈ മഴക്കാല പൂർവ്വ രോഗം വരാതിരിക്കുന്നതിൻ്റെ മുൻകരുതലിൻ്റെ തുടക്കം കൂടിയാണെന്ന് പൂണിശ്ശേരി 7-ാം വാർഡിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാമായ എല്ലാ കാലഘട്ടങ്ങളിലും പൊതു ഇടങ്ങൾ വൃത്തിയാക്കുവാനും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുമാണ് നമ്മുടെ ഇന്ന് സേവന സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതിനുവേണ്ടി എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. CBSE 12-ാം ക്ലാസ് കൊമേഴ്സ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചിന്മയ പ്രിൻസിനെ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നിന്നും 94% മാർക്ക് നേടിയാണ് ചിന്മയ സ്കൂൾ ടോപ്പറായത്. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AB പ്രിൻസിന്റെ മകളായ ചിന്മയയെ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ്, പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചെമ്പുച്ചെറിയിലെ വീട്ടിലെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ അനുമോദിച്ചത്. പൈങ്കിയിൽ സജീവ് കുമാർ, നൌഷാദ് കല്ലുപറമ്പിൽ, പിയൂസ് ഇഞ്ചക്കുണ്ട്, ബെന്നി തൊണ്ടുങ്ങൽ, പ്രമോദ്, ശാലിനി ജോയ്, ബെന്നി താഴേക്കാടൻ, ജെയിനി എന്നിവർ സന്നിഹിതരായി. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തുള്ള വിവിധ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് അറിയാം. ICSE സിലബസുകളും CBSE സിലബസും അതുപോലെ സ്റ്റേറ്റ് സിലബസുകളും ഒക്കെ ഉള്ള നമ്മുടെ വിദ്യാലയങ്ങളിൽ CBSE എന്ന് പറയുമ്പോൾ വളരെ ടഫായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റുകളുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയാണ്. അവിടെ നിന്നാണ് ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടിയും മാത്രമല്ല പഠിക്കുന്ന സ്കൂളിലെ ടോപ്പറായും ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സന്തോഷത്തിൽ എല്ലാവരും നമ്മൾ പങ്കെടുക്കുകയാണ്. വളരെ അഭിമാനകരമായ വിജയം നേടിയിട്ടുള്ള പ്രിയങ്കരിയായ ചിന്മയ പ്രിൻസിനെ ഈ അവസരത്തിൽ ഇതുപോലെ ഉയർന്ന മേഖലകളിലേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ മിടുക്കരായിട്ട് പഠിച്ചു കയറി വരാനായിട്ടുള്ള പ്രോത്സാഹനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എത്തിച്ചേർന്ന് നമ്മളിതിന് നേതൃത്വം വഹിക്കാനും നമുക്കൊരു ആവേശത്തിനും വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബാബേട്ടനാണ് നമുക്ക് എത്തിച്ചേർന്നത്. അത് നമുക്ക് അതിനേറെ നമുക്ക്
അത്രയും കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിൻസിൻ്റെ മകൾ തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ്. കാരണം അതേ പ്രിൻസിൻ്റെ അതേ കഴിവ് മക്കൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അതുപോലെ തന്നെയാണ് മകള് ഇതുപോലെ ചിന്മയ ഇത്രയും മനോഹരമായിട്ട് പഠിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ സ്കൂളിൽ തന്നെ 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരു മാതൃകാപരമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അതൊക്കെ നമുക്ക് അഭിമാനം നൽകുന്നതാണ്. നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും കുടുംബത്തിൽ ഒരാളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും എൻ്റെ ഈ ബ്ലോക്ക് കൗൺസിലിന്റെ സ്നേഹോഷ്മ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. അവരിവിടെ ഈ തിരക്കിനിടയിലും ഈ സ്നേഹം പങ്കുവയ്ക്കാൻ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയങ്കര എല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും സഹോദര സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒന്നും പ്രസംഗിക്കാൻ പറഞ്ഞതിന് KSSP യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയത്തിനായി മറ്റത്തൂർ യൂണിറ്റ് യോഗം ചേർന്നു. മെയ് 18 മുതൽ 21 വരെ കോഴിക്കോട് വെച്ച് നടക്കുന്ന KSSP യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയത്തിനായി പ്രതിനിധികളെ അയച്ച് പ്രവർത്തിക്കുവാൻ മറ്റത്തൂർ യൂണിറ്റ് യോഗം തീരുമാനിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. MK ബാബു, IR ബാലകൃഷ്ണൻ, P. നാരായണൻകുട്ടി മാസ്റ്റർ, P. വേണുഗോപാൽ, VM ഹംസ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഹൈസ്കൂൾ ടീച്ചർ അഭിമുഖം. തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ 601/2024 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം മെയ് 20, 21, 22 തീയതികളിൽ തൃശൂർ ജില്ലാ PSC ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾക്കുള്ള അറിയിപ്പ് SMS പ്രൊഫൈൽ മെസ്സേജ് മുഖേന നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വ്യക്തി വിവരക്കുറിപ്പ് പൂരിപ്പിച്ചതും OTV സർട്ടിഫിക്കറ്റും മറ്റ് നിർദ്ദിഷ്ട രേഖകളും സഹിതം നിശ്ചിത സമയത്ത് ജില്ലാ PSC ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ഹോം ഗാർഡ് നിയമനം. തൃശൂർ ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഹോം ഗാർഡുമാരെ നിയമിക്കുന്നു. 10ാം ക്ലാസ് പാസ്സായ ശാരീരിക ക്ഷമതയുള്ള ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, അസം റൈഫിൾസ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്ത 35നും 58നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ശാരീരിക ക്ഷമതാ ടെസ്റ്റുകൾ വിജയിക്കേണ്ടതാണ്. ജൂൺ 15 മുൻപായി ജില്ലാ ഫയർ ഓഫീസർക്ക് അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 9497920183. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,385 രൂപ, പവന് 1,15,080 രൂപ. നെന്മണിക്കര, മടവാക്കര, കരുവാൻ പാപ്പുക്കുട്ടൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമനയാണ് ഭാര്യ. ശ്രീജ, ശ്രീജിത്ത്, ശ്രീര എന്നിവർ മക്കളും. ശിവദാസ്, ശ്രുതി, രതീഷ് എന്നിവർ മരുമക്കളുമാണ്. മുത്രത്തിക്കര കളപ്പുരയ്ക്കൽ KT ഗോവിന്ദൻ നമ്പ്യാർ മകൻ KG കൈലാസൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. P. ലീലാവതിയാണ് ഭാര്യ. കവിത, വിനിത എന്നിവർ മക്കളും. ബിജു ബാലകൃഷ്ണൻ, ശ്രീജിത്ത് വിശ്വനാഥ് എന്നിവർ മരുമക്കളുമാണ്. മറ്റത്തൂർ ചെട്ടിച്ചാൽ പുളിക്കൽ രാമകൃഷ്ണൻ ഭാര്യ അമ്മിണി അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ വിജയൻ, ദിവാകരൻ, ഷീല, ഗീത എന്നിവർ മക്കളും. ഉഷ, അല്ലി, രവീന്ദ്രൻ, പരേതനായ പീതാംബരൻ എന്നിവർ മരുമക്കളുമാണ്. കാവല്ലൂർ തട്ടിൽ പഴൂങ്കാരൻ ദേവസി ഭാര്യ എൽസി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽസ് പള്ളിയിൽ. സനോജ്, ജോജു, ജസ്വിൻ എന്നിവർ മക്കളും. ബെൻസി, പ്രീമ, ജക്സി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മേൽപ്പാലത്തിനു താഴെ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചു. പുതുക്കാട് മേഖലയിൽ ബൈക്ക് മോഷണം പതിവാകുന്നു. നീരൊഴുക്ക് നിലച്ച് കരയാമ്പാടം തോട് അടിയന്തിരമായി നവീകരിക്കണമെന്ന് ആവശ്യം. കല്ലൂർ ഞെല്ലൂരിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി മൂർഖൻ പാമ്പ്.
വനം വകുപ്പ് RRT സംഘം പിടികൂടി. CBSE പരീക്ഷയിൽ 94% മാർക്കോടെ മിന്നും വിജയം. സ്കൂൾ ടോപ്പർ ചിന്മയ പ്രിൻസിനെ വീട്ടിലെത്തി അനുമോദിച്ച് കോൺഗ്രസ്. മഴയെ നേരിടാൻ തൃക്കൂർ ഒരുങ്ങി. 18 വാർഡുകളിൽ വിപുലമായ മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.